എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 23 ഇന്ന് ആരംഭിക്കുന്നു. ഈ 23-ാമത്തെ അധ്യായത്തിലെ അനു, ദ്രുഹ്യു, തുർവസു ഇവരുടെ പരമ്പര ക്രമത്തിൽ അങ്ങനെ പറയാണ്. യയാതിപുത്രന്മാരിലെ 5-ാമനായിട്ടുള്ള പൂരുവിന്റെ വംശമൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ 4-ാമത്തെ ആളുടെ വംശം 4-ാമന്റെ വംശം ആരംഭിക്കണം. ശുക്ലാം വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം വിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത നവമസ്കന്ധ ത്രയോവിംശോऽധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. അനോ സഭാനരച്ചക്ഷു പരോക്ഷശ്ച ത്രയഃസുതാഃ സഭാനരാൽ കാലനരാ സൃഞ്ജയസ്തൽസുതസ്തഥാ. അനുവിന് സഭാനരൻ, ചക്ഷുസ്, പരോക്ഷൻ എന്നുപേരായ 3 പുത്രന്മാർ. സഭാനരന്റെ പുത്രൻ കാലനരൻ, കാലനരന്റെ പുത്രൻ സൃഞ്ജയൻ. ജനമേജയത്തസ്യ പുത്രോ മഹാശീലോ മഹാമനാ ഉശീനരത്തിതിക്ഷുശ്ച മഹാമനസ ആത്മജൗ. സൃഞ്ജയപുത്രൻ ജനമേജയൻ. ആ ജനമേജയന്റെ പുത്രൻ മഹാശീലൻ, മഹാശീലന്റെ പുത്രൻ മഹാമനസ്. മഹാമനസ്സിന് 2 പുത്രന്മാരുണ്ടായി, ഉശീനരനും തിതിക്ഷു. അങ്ങനെ 2 പേര്. ശിബിർവനശമിർദക്ഷ ചത്വാരോ ഉശീനരാത്മജാഃ വൃഷദർഭസുവീരശ്ച മദ്ര കൈകേയാത്മജാഃ. ഉശീനരന്റെ പുത്രന്മാര് 4 പേര്. ശിബി, വനൻ, ശമി, ദക്ഷൻ, ഇങ്ങനെ 4 പേര്. പിന്നെ വൃഷദർഭൻ, സുവീരൻ, മദ്രൻ, കൈകയൻ, ഈ 4 പേര് ശിബിയുടെ പുത്രന്മാര്. ശിബേശ്ചത്വാരയേവാസൻ തിതിക്ഷോശ്ച വൃഷദ്രഥ തതോ ഹേമോധസുതപാ ബലി സുതപസോ ഭവൽ. ശിബിക്കും 4 പുത്രന്മാര് തന്നെ ഉണ്ടായിരുന്നു. തിതിക്ഷുവിന് വൃഷദ്രഥൻ എന്നൊരു പുത്രൻ, പിന്നെ വിഷദ്രഥന് ഹേമൻ എന്നൊരു പുത്രൻ. ഹേമന്റെ പുത്രൻ സുതപസ്, അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ബലിയും ഉണ്ടായി. അംഗവംഗകലിംഗാദ്യാഃ സുംഹപുണ്ഡാന്ധ്രസംഹിതാഃ ജജ്ഞിരേ ദീർഘതമസോ ബലേ ക്ഷേത്രേ മഹീക്ഷിതാ. ഉദധ്യപുത്രനായ ദീർഘതമസിന് ബലി എന്നു പേരായിട്ടുള്ള രാജാവിന്റെ പത്നിയില് അംഗൻ, വങ്കൻ, കലിംഗൻ, സുംഹൻ, പുണ്ഡ്രൻ, ആന്ധ്രൻ എന്നുപേരായിട്ടുള്ള 6 പുത്രന്മാര് ഉണ്ടായി അദീർഘതമസിന്. ചക്രു സ്വനാംനാ വിഷയാൻ ഷഡിമാൻ പ്രാച്യകാംശ്ചതേ ഘനപാനോംഗതോ യജ്ഞേ തസ്മാൽ ദിവിരഥസ്തത സുതോ ധർമ്മരഥോ യസ്യ യജ്ഞേ ചിത്രരഥോ പ്രജാഃ. അംഗൻ മുതലായിട്ടുള്ള 6 പേര്, അവരുടെ പേര് തന്നെയുള്ള ദേശങ്ങള്, അതാണ് അംഗം, വംഗം, കലിംഗം, അങ്ങനെ പേര്
പേരുള്ള പട്ടണങ്ങളെ കിഴക്ക് ദിക്കിൽ സ്ഥാപിച്ചു. അവരുടെ പേര് തന്നെ ആ പട്ടണങ്ങൾക്കും കൊടുത്തു. അങ്ങനെ അംഗപുത്രനായിട്ട് ഖനപാനന്റെ പുത്രൻ ദിവിരഥന്റെ പുത്രൻ ധർമ്മരഥന്റെ പുത്രൻ ചിത്രരഥൻ. പക്ഷെ ചിത്രരഥന് സന്താനം ഉണ്ടായില്ല. രോമപാദ ഇതിഖ്യാത തസ്മൈ ദശരഥ സഖ ശാന്താം സ്വകന്യാം പ്രായച്ഛൽ ഋഷ്യശൃംഗ ഉവാഹതാം. പ്രജാഹീനനായിരുന്ന ചിത്രരഥന് രോമപാദൻ എന്നുകൂടി പ്രസിദ്ധമായിട്ടുള്ള പേരുണ്ട്. ചിത്രരഥന്റെ വേറൊരു പേരാണ് രോമപാദൻ. അപ്പോ അദ്ദേഹത്തിന്റെ സ്നേഹിതനായിരുന്നു ദശരഥ മഹാരാജാവ്. ദശരഥ മഹാരാജാവ് തന്റെ പുത്രിയായ ശാന്തയെ അദ്ദേഹത്തിന് പുത്രിയായിട്ട് കൊടുത്തു. ആ ശാന്തയാണ് ഋഷ്യശൃംഗൻ വിവാഹം കഴിച്ചത്. ദേവേ വർഷദിയം രാമ ആനിന്യോ ഹരിണീ സുതം നാട്യ സംഗീതവാദിത്രൈ വിഭ്രമാലിംഗനാർഹണൈ. ആരാണ് ഋഷ്യശൃംഗൻ എന്ന് വിവരിക്കുകയാണ്. രോമപാദ മഹാരാജാവിന്റെ രാജ്യത്തില് മഴയില്ല. അവിടെ ആ വൈശാലി എന്നുള്ള സിനിമയില് പറയണില്ലേ, അതന്നെ കഥ. അപ്പൊ വിഭാണ്ഡക മുനിയിൽ നിന്ന് ഹരിണിയിലെ ജാതനായ ആ ഋഷ്യശൃംഗ മുനിയെ കൊണ്ടുവന്നാൽ മഴ പെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രാജ്യത്തിൽ പ്രവേശിച്ചാൽ തന്നെ മഴ പെയ്യും, അങ്ങനെയാണ്. അപ്പൊ തന്നെ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞ് ബ്രാഹ്മണരെ എല്ലാവരും കൂടി പറഞ്ഞിട്ട് ആ രോമപാദ മഹാരാജാവ് ഋഷ്യശൃംഗനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സുന്ദരികളായ ഗണികകളെ കാട്ടിലേക്ക് അയക്കുകയാണ്. അപ്പൊ ഋഷ്യശൃംഗൻ അതിനു മുമ്പ് സ്ത്രീകളെ കണ്ടിട്ടേയില്ല. കാട്ടില് അച്ഛൻ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്, സ്ത്രീകളെ കാണാതെ. അപ്പൊ അച്ഛനില്ലാത്ത സമയത്ത് ഈ സ്ത്രീകള് ചെന്നിട്ട് കളി, പാട്ട്, വാദ്യവിശേഷം, വിവിധങ്ങളായ ശൃംഗാര ചേഷ്ടകള് ഇതൊക്കെ കാണിച്ച് ആലിംഗനം, സൽക്കാരം ഇതൊക്കെ ചെയ്തിട്ടും അപ്പൊ ഋഷ്യശൃംഗന് അവരിൽ ആകർഷണം തോന്നി. അതേ അവരെ കണ്ടിട്ടില്ലേ സ്ത്രീകളെ. അപ്പൊ ആകർഷണം തോന്നി. അങ്ങനെ അവര് ഈ അച്ഛനറിയാതെ ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു പോവാണ് രാജ്യത്തിലേക്ക്. സതുരാജ്ഞോ അനപത്യസ്യ നിരൂപ്യേഷ്ടിം മരുത്വത പ്രജാമദാൽ ദശരഥോ യേന ലേഭേ അപ്രജാഹ. ഋഷ്യശൃംഗമുനി അവിടെ ചെന്നിട്ട് ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനുള്ള യാഗം ചെയ്യും. അങ്ങനെ പ്രജാഹീനനായ രോമപാദ മഹാരാജാവിന് സന്താനം ഉണ്ടായി. ഋഷ്യശൃംഗമുനി നടത്തിയ ആ പുത്രകാമേഷ്ടി എന്നു പേരായ ആ യാഗവിശേഷം കൊണ്ട് തന്നെ സന്താനമില്ലാതിരുന്ന ദശരഥ മഹാരാജാവിനും 4 പുത്രന്മാരുണ്ടായി. അത് തന്നെ. അതിനു മുൻപാണ് ഈ ശാന്ത എന്നുള്ള ഒരു പുത്രി ഉണ്ടായത്. ആ പുത്രിയെ ആണ് രോമപാദ മഹാരാജാവിന് കൊടുത്തത്. പിന്നെ ഈ യാഗം ചെയ്തിട്ട് ദശരഥ മഹാരാജാവിന് ശ്രീരാമാദികളായ 4 പുത്രന്മാരുണ്ടായി. ചതുരംഗോ രോമപാദാൽ മൃദുലാക്ഷസ്തു തൽസുത ബൃഹദ്രഥോ ബൃഹൽകർമ്മ ബൃഹൽഭാനുശ്ച തൽസുതാഹ. രോമപാദപുത്രന് ചതുരംഗൻ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പുത്രൻ പൃഥുലാക്ഷൻ, ബൃഹദ്രഥൻ, ബൃഹൽകർമാവ്, ബൃഹൽഭാനു, ഇങ്ങനെ 3 പേര് ആ പൃഥുലാക്ഷന്റെ പുത്രന്മാര്. ആദ്യാൽ ബൃഹന്മനാസ്തസ്മാൽ ജയദ്രഥൗദാഹൃത വിജയസ്തസ്യ സംഭൂത്യാം തതോ ധൃതി അജായത. അവരിൽ മൂത്ത പുത്രനായ ബൃഹദ്രഥന് ബൃഹന്മനസ് എന്നു പേരായ ഒരു പുത്രൻ ഉണ്ടായി. ആ ബൃഹദ്രഥന് ജയദ്രഥൻ എന്നൊരു പുത്രൻ ഉണ്ടായി. ജയദ്രഥന് സംഭൂതി എന്നു പേരായിട്ടുള്ള ഭാര്യയിലെ വിജയൻ എന്നൊരു മകനുണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് ധൃതി എന്നു പേരായ ഒരു പുത്രനും ഉണ്ടായി. തതോ ധൃതവ്രതസ്തസ്യ സൽക്കർമാധിരഥസ്തഥാ യോസോ ഗംഗാതടേ ക്രീഡൻ മഞ്ജുഷാന്തർഗതം ശിശും കുന്ത്യാപവിദ്ധം കാനീനം അനപത്യോകരോത്സുതം വൃഷസേനസുതസ്തസ്യ കർണസ്യ ജഗദീപതേ. ആ ധൃതി എന്നൊരു പുത്രനുണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ ധൃതിക്ക് ധൃതവ്രതൻ എന്നൊരു പുത്രനുണ്ടായി. അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് സൽക്കർമാവ് ഉണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് അധിരഥൻ ഉണ്ടായി. അങ്ങനെ ഗംഗാതടത്തിലെ അവരിങ്ങനെ ക്രീഡിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴുകി വരുന്ന ഒരു പെട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ശിശുവിനെ സന്താനമില്ലായിരുന്ന അദ്ദേഹം പുത്രനായിട്ട് അംഗീകരിച്ചു, ഈ അധിരഥൻ. ആ അധിരഥന്റെ പുത്രനാണ് ആ കുന്തിയാൽ ഉപേക്ഷിക്കപ്പെട്ട കർണൻ. കർണനെ എടുത്തു വളർത്തിയത് ഈ അധിരഥനാണ്. അങ്ങനെ രാജാവായില്ലോ കർണൻ. അർദ്ധരാജ്യം കൊടുത്തില്ലേ ദുര്യോധനൻ. അങ്ങനെ ആ രാജാവായിട്ടുള്ള കർണന്റെ പുത്രൻ വൃഷസേനൻ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.